സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലഭൻ ടീച്ചർ. ഇതിപ്പോൾ പൊന്നോണമാണല്ലോ. ഓണത്തിൻ്റെ നോക്കുമ്പോൾ എന്ത് ഭംഗിയാണ്, പ്രകൃതി ഭംഗി. നല്ല വെയിലും നല്ല മഴയും നല്ല രസം. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഓണത്തിൻ്റെ സ്പെഷ്യൽ സദ്യക്ക് വിളമ്പണ ഒരു അച്ചാറുണ്ടാക്കാമെന്ന്. ഒരു മാങ്ങയാണ് ഇത് മേടിച്ചത്. ഇതൊക്കെ കണ്ടോ, മാങ്ങയുടെ വലിയ പൂളി ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കഷ്ണാക്കി വെച്ചു. കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചു. ഇതൊരു സ്പെഷ്യൽ അച്ചാറാണ്. ഞാൻ ഓണത്തിന് സദ്യക്ക് വിളമ്പാനുള്ള അച്ചാറാണ്. നിങ്ങളെല്ലാവരും ഇത് പഠിക്കണം. ഇത് വളരെ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റുള്ളത്, സ്വാദുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ചീഞ്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു. ഇതാ ഒരു മുളക് ഇട്ടു കേട്ടോ. ഒരു മുളക് പൊട്ടിച്ചിട്ടു. ഇതാ ഇനി നെക്സ്റ്റ് കുറച്ച് കടുകിട്ടു. ഒരു നുള്ളു കടുകിട്ടു. അത് പൊട്ടിത്തെറിക്കും. കറിവേപ്പില, മിളക്, കടുക് കേട്ടോ. കടുക് പൊട്ടി. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ 2 ടീസ്പൂൺ, തീ കുറയ്ക്കണം കേട്ടോ, 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, കുറച്ച് വെള്ളം ഒഴിക്കണം. ഏകദേശം ഉപ്പിട്ടോ. ഉപ്പ് മാങ്ങാവർക്ക് അധികം നല്ല 1 ടീസ്പൂൺ ഉപ്പിട്ടു കേട്ടോ. ഇനി ഈ വെള്ളം തിളക്കട്ടെ. ഇഞ്ചി പച്ചമുളക് ഇട്ടു കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിച്ചു. കടുക്, ഉലുവ, മിളക് അതൊക്കെ പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി പച്ചമുളകും അതിലിട്ട് വെള്ളം ഒഴിച്ച് ഇഞ്ചി പച്ചമുളകും ഇട്ടു കേട്ടോ. ഒരു നുള്ളു കായം, ഒരു പിഞ്ച് കായം ചേർക്കണം കേട്ടോ. ഒരു പിഞ്ച് കായം, ഒറ്റ പിഞ്ച് ഇടുള്ളൂ, അധികമൊന്നും വേണ്ട. ഇനി അത് തിളക്കട്ടെ, നല്ല പോലെ തിളക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് മാങ്ങ നുറുക്കി വെച്ചതിലിടാം. വേവൊന്നും വേണ്ട മാങ്ങ കേട്ടോ. മാങ്ങാക്കറി ഉണ്ടാക്കാനുള്ളതാണ്. മാങ്ങ തിളപ്പിച്ചു. ആ വെള്ളത്തിലെ മാങ്ങ ഇട്ടു. പച്ചമുളകൊക്കെ അരിഞ്ഞതാണ്, ബാക്കിയുള്ളതാണ് ചെയ്യേണ്ടത്. ഇഞ്ചി പച്ചമുളകൊക്കെ അരിഞ്ഞു കേട്ടോ. ഇനി ഇത് നോക്കി ഒന്ന് കഴിക്കും. 1 മിനിറ്റിനുള്ളിൽ മാങ്ങാച്ചാറ് കളയും. ഇപ്പോൾ നമുക്ക് ഓണക്കാലത്ത് സദ്യ ഉണ്ടാക്കാം. ഒരു കഷ്ണം നമ്മൾ ഈ മറ്റ് ഹോട്ടലിൽ നിന്നോ മറ്റേ കാറ്ററിംഗുകാരുടെ സദ്യ മേടിക്കുന്ന നേരം ഓരോരോ മിനിറ്റ് കൊണ്ട് ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കി ഒരു 2-3 മണിക്കൂറുണ്ടെങ്കിൽ നമുക്ക് സദ്യ എളുപ്പം തയ്യാറാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സദ്യ, അതിൻ്റെ ഒരു മഹിമ വേറെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ നോക്കണം. ഞാൻ ഈ എളുപ്പവഴികളൊക്കെ പറഞ്ഞു തരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നോക്കൂ, ചേനയുടെ ഇല തോരൻ, ഇപ്പം മാങ്ങാക്കറി. ഇനി വേറെ ഐറ്റം ഇഷ്ടമുള്ള ഉണ്ടാക്കാം. നമ്മൾ പലരും ചോദിച്ചിട്ട് ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കും. ഈ വീഡിയോ ഇഷ്ടമാവുമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കരുത് കേട്ടോ. ഓണക്കാലത്ത് മറവി കൂടുതലാണ് എല്ലാവർക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.